നമസ്കാരം. നമ്മൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ സീരീസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ റീസണിങ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ ഈ ഒരു മാത്സ് എന്ന് പറയുന്ന ടോപ്പിക് തന്നെ ടഫാണെന്ന് വെച്ചിട്ട് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ടഫാണെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. അതാണ് നമ്മുടെ ഒരു ലെവലെന്ന് പറയുന്നത്. മറ്റുള്ളവർ എന്ത് ടഫാണെന്ന് പറഞ്ഞോ അത് നമ്മളിവിടെ പഠിച്ചിരിക്കും. ഈ മാത്സിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് ഇക്വേഷൻസ് ആണ്. നമുക്ക് ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാനും കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് എല്ലാം കാണാപ്പാടെ പഠിച്ചാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു ഫിലോസഫി നമ്മളോട് ഒഴിവാക്കുകയാണ്. നമ്മൾ ഒരു ഇക്വേഷൻസും ഇല്ലാണ്ട് മെജോറിറ്റി ആയിട്ട് നമ്മൾ എല്ലാ ഇക്വേഷൻസും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഈ സീരീസിലൂടെ ചെയ്യുന്നത്. ഇക്വേഷൻസ് ഒന്നും പഠിക്കാണ്ട് എങ്ങനെ നിങ്ങൾക്ക് മാത്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, അതിനാണ് നമ്മൾ ഈ ഒരു സീരീസ് തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ സീരീസ് തുടങ്ങിയിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് മാത്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ അടിച്ചിട്ട് നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ പെർസെൻറ്റേജസ് ആണ് ഉപയോഗിക്കുന്നത്. പെർസെൻറ്റേജിൽ വരുന്ന പ്രോബ്ലംസ് ഇക്വേഷൻസ് ഒന്നും കൂടാണ്ട് നമ്മളിന്ന് ഇവിടെ സോൾവ് ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ട് പെർസെൻറ്റേജ് ആദ്യമായിട്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിൽ മാത്രമല്ല ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് വേറൊരു സെക്ഷനായിട്ട് തന്നെ നിങ്ങളുടെ പേപ്പർ 1 വരുന്നതാണ്. ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലും പെർസെൻറ്റേജ് നമുക്ക് മസ്റ്റാണ്. പെർസെൻറ്റേജ് അറിഞ്ഞാൽ മാത്രമേ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയാണ് ഇക്വേഷൻസ് ഒന്നും കൂടാണ്ട് എങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാമെന്ന് കണ്ടെത്തുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. കാരണം നിങ്ങളുടെ മോട്ടിവേഷൻ, നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ആ ലൈക്ക് നിങ്ങൾ ചെയ്യുന്നതാണ്. സോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ബോക്സ് ആക്കിയിട്ട് നമുക്ക് വരുന്ന മെജോറിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഇറേസറിലാണ് കിടക്കുന്ന, ഒന്ന് പെന്നിലേക്ക് മാറ്റട്ടെ. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്ന ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ മാർക്ക് 600 അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 240 മാർക്കാണ്. അങ്ങനെയെങ്കിൽ എത്ര ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടാവും അല്ലേ? എന്തായിരുന്നു? നമുക്ക് കിട്ടിയ മാർക്ക് നമ്മൾ ആദ്യം എഴുതും. 240 0 വന്നില്ല. 240 ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 100. നിങ്ങൾ പണ്ട് ആ സ്കൂളിൽ പഠിച്ച ഇക്വേഷൻ എന്താവും? ഇതിൻ്റെ ആൻസർ വരിക 240 ഹരിക്കണം 600 100 എന്ന് പറയുമ്പോൾ 0 നമ്മൾ കട്ട് ചെയ്തു. ദെൻ അപ്പോൾ 40 നമുക്ക് ഉത്തരം വരും. 40 അല്ലേ? 40 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. സോ സിമ്പിൾ മെത്തേഡാണല്ലോ ഇത്. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ, നിങ്ങൾ കാണാപ്പാടം പഠിച്ച ഇക്വേഷനൊക്കെ ആയിരിക്കും. ബട്ട് ഈ ഇക്വേഷനിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെക്കൻഡ് സിനാരിയോ നോക്കുക. കിട്ടിയ മാർക്ക് 300 ബട്ട് ടോട്ടൽ മാർക്ക് അവിടെ തന്നിട്ടില്ല. ആ ഒരു കേസിൽ നിങ്ങൾ ആ ഫോർമുലായിട്ട് പഠിച്ച ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഡിഫിക്കൽട്ടിയാണ്. അതിന് വേണ്ടിയാണ് ഈ ഒരു ഇക്വേഷൻ ഒഴിവാക്കിയിട്ട് നമ്മളൊരു കോമൺ മെത്തേഡ് എടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞിരുന്ന മെത്തേഡ് നിങ്ങൾ അറിയുന്നതാകാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് നമ്മളത് വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ഫോർമൽ മെത്തേഡ് ഇവിടുന്ന് ഒഴിവാക്കാം. എന്നിട്ട് എങ്ങനെ സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷനും കാണാതെ പഠിക്കാതെ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. സോ അതിന് വേണ്ടി നമ്മളൊരു മെത്തേഡ് ഉപയോഗിക്കാം. 600 തന്നിട്ടുണ്ട്. ഈ 600 എത്രയാണ്? 100%-നെയാണ് പെർസെൻറ്റേജ് ആട്ടോ. അത് 100% ആണ് 600 എന്ന് പറയുന്നത്. 240 എത്രയാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. 240 നമുക്ക് തന്നിട്ടുള്ള നമ്മൾ തന്നെ എക്സ് ആയിട്ട് എടുത്തു. 600 എന്ന് പറയുന്നത് ടോട്ടലാണ്. സോ അതുകൊണ്ട് നമ്മൾ 100% ആക്കിയിട്ട് എടുത്തു. 240 എത്രയാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. കാണിച്ചു തരാം. ഇവിടെ നമ്മളിപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു? 600x ഈസ് ഈക്വൾ ടു 240 ഇൻറ്റു 100. 600x ഈക്വൾ ടു 240 ഇൻറ്റു 100 എഴുതി. സോ എക്സ് എത്ര വരും? 240 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 600. 0 ക്യാൻസൽ ചെയ്തു. 6ഉം 24 ക്യാൻസൽ, അവിടെ 4 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40. സിമ്പിളാണ്. ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻസും പഠിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു മെത്തേഡ് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്തത്. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അടുത്ത സിനാരിയോ, സെക്കൻഡ് സിനാരിയോ നമ്മൾ പറഞ്ഞത് എങ്ങനെ സോൾവ് ചെയ്യാൻ ജസ്റ്റ് നോക്കാം. സോ ഇവിടെ എന്തായിരുന്നു കേസ്? 100% എത്രയാണ് തന്നിട്ടുള്ളത്? നമ്മൾ y എടുക്കുകയാണ്. സോ ഇവിടെ y ആണ് നമ്മുടെ 100% എന്ന് പറയുന്നത്. ദെൻ നമുക്ക് എന്താ തന്നെ 300 തന്നിട്ടുണ്ട്. അതെത്രയാണ്? 60% ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 100% ഇവിടെ തന്നിട്ടില്ല, നമ്മൾ y എന്ന് എടുത്തു. 60% തന്നിട്ടുണ്ട്, 300 എന്ന് എടുത്തു. സിമ്പിളായിട്ട് നമ്മൾ അതേ മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
60y is equal to 100 into 300 എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് y is equal to എന്ത് വരും? 100 into 300 divided by 60. ഇവിടെ ഈ ഒരു 0 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ 6 30 നമ്മൾ കട്ട് ചെയ്ത് 5 ആക്കി. സോ 500 എന്ന് വരും. നമുക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 500 ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഫോളോ ചെയ്ത അതേ മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ള 500 ആണ് ടോട്ടൽ മാർക്ക് എന്ന് കിട്ടി. ഇനി തേർഡ് സിനാരിയോ എന്താ പറയുന്നത്? കിട്ടിയ മാർക്ക് നമുക്ക് എത്രയാണ് തന്നിട്ടില്ല, ടോട്ടൽ മാർക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആ ടോട്ടൽ മാർക്കിൻ്റെ 50% ആണ് കിട്ടിയിട്ടുള്ളത് പറഞ്ഞു. ഇവിടെ 500 50% ആയതുകൊണ്ട് നമുക്ക് 250 ആണ് ആൻസർ എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റും. ബട്ട് ഈ ഒരു കേസിൽ 500 ആണ് ടോട്ടൽ. ബട്ട് നമ്മുടെ ശതമാനം എന്ന് പറയുന്ന വില 28%ഓ അഥവാ 27% അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മെത്തേഡിൻ്റെ ആവശ്യം വരും. സോ സിമ്പിളായിട്ട് നമുക്കും ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? 500 നമ്മൾ 100% ആക്കി എടുത്തു. നമുക്ക് സെൻറ്റാണ് നമ്മുടെ 50%. ഇവിടെ നമ്മൾ സെൻറ്റാണ് സോൾവ് ചെയ്യേണ്ടത്. സോ സിമ്പിളായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നു. 100 Z is equal to 500 into 50. That is Z is equal to 500 into 50 divided by 100. 0 നമ്മൾ ക്യാൻസൽ ചെയ്തു. 5 25 ഒരു 0 250. സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലേ? സോ നമ്മളിവിടെ ഒരു ഇക്വേഷൻസും യൂസ് ചെയ്തിട്ടില്ല. സിമ്പിൾ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത്രയും പ്രോബ്ലംസ് സോൾവ് ചെയ്തത്. മെജോറിറ്റി കേസിൽ നമുക്ക് പെർസെൻറ്റേജിന് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. ഇനി നമുക്ക് അടുത്ത കേസിൽ ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഫൈൻഡിങ് പെർസെൻറ്റേജിൻ്റെ കേസായിരുന്നു. ഇവിടെ നമ്മൾ ഈ പെർസെൻറ്റേജ് ഇൻഡിവിജ്വൽ ടോട്ടൽ ഈ ഒരു പോർഷനാണ് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഡിസ്കസ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പയറിംഗ് വിത്ത് 100 ഡിസ്കസ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ടോപ്പിക്സിനെ പറ്റിയാണ്. സോ ആ ടോപ്പിക്സിനെ പറ്റി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് അതുപോലെ തന്നെ കമ്പയറിംഗ് വിത്ത് 100 ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എങ്ങനെയാണ് ആൻസർ ചെയ്യാമെന്നുള്ള ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. എങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷനായി ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. മാക്സിമം നിങ്ങളുടെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ടഫാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് മാക്സിമം ഇക്വേഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം, അതിന് വേണ്ടിയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരുന്നത്. സോ മാക്സിമം എല്ലാ നിങ്ങളുടെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.